ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചണേറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മലബാർ വിഭവമായ പഴമടുക്കാണ്. ഇത് വൈകിട്ടത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പഴവും മധുരവും നെയ്യും എല്ലാം ചേർത്ത് മാവിൽ അടുക്കടുക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഈ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ പഴമടുക്ക് തയ്യാറാക്കാം. ആദ്യമേ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ചെറിയ ഏത്തപ്പഴം, കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. അതിനുശേഷം ഇതേ നെയ്യിലേക്ക് പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് വാട്ടിയെടുക്കാം. പഴം ഒരുപാട് വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് പഴമടുക്കിന് ആവശ്യമായ മാവ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ട, 1/2 കപ്പ് പാല്, 1/2 കപ്പ് മൈദ, 2.5 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് ഒരുപാട് തിക്കും ആകരുത്, അതുപോലെ ഒരുപാട് ലൂസും ആകരുത്. അതുപോലെ തന്നെ ഇത് വെള്ളം ചേർക്കാതെ പാല് മാത്രം ചേർത്തും തയ്യാറാക്കാം. ഇനി ചൂടായ പാനിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം മാവൊഴിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കാം. ഇനി ഇത് ഒട്ടിയിരിക്കുവാൻ വേണ്ടി കുറച്ച് മാവ് ഇതുപോലെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗം ഫില്ലിങ് വെച്ച ഭാഗത്തേക്ക് മടക്കി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് നെയ്യ് പുരട്ടി വീണ്ടും മാവ് ഒഴിക്കുക. മാവ് ഒഴിക്കുമ്പോൾ നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന ദോശയുടെ സൈഡിലൂടെ ചേർത്തൊഴിക്കുക. എന്നാലേ എല്ലാ ലെയറുകളും കൂടി ഒട്ടി വരികയുള്ളൂ. ഇനി ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് ഒട്ടുവാനായുള്ള മാവ് സൈഡിൽ ഒഴിച്ച് നേരത്തെ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഫില്ലിങ്ങിന്റെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ മടക്കുക. ഇനി ഇതേ രീതിയിൽ തന്നെ അടുത്ത ലെയറും കൂടി തയ്യാറാക്കാം. ഞാനിവിടെ 3 ലെയറാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ നമുക്ക് 4-5 ലെയറുകൾ വരെ തയ്യാറാക്കിയെടുക്കാം. പക്ഷേ കൂടുതൽ ലെയറുകളായാൽ ഇത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് തയ്യാറാക്കേണ്ടത്. ഇനി ഇത് തിരിച്ചും മറിച്ചുവിട്ട് ചെറുതായി ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ പഴമടുക്ക് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ രുചികരമായ ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.